ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ലെമ്മയുടെ ഒരു കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് ലെമ്മയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് വി ഈക്വൽ ടു എൽ ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്ന ഏത് സ്കെലർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലും എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ വി സച്ച് ദാറ്റ് നോം വി ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയുള്ള യൂണിറ്റ് ആൾക്കാരെയാണ് നമ്മൾ ഈ പറയുന്ന ലെമ്മയിൽ യൂസ് ചെയ്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് വി ഡോട്ട് വി ഇസ് ഈക്വൽ ടു 1 വെച്ചാൽ നോം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെമ്മ അനുസരിച്ച് ലെമ്മയിൽ പ്രൂവ് ചെയ്തനുസരിച്ച് ഈ എഫിൻ്റെ സ്റ്റേഷനറി പോയിൻറ്റ്സ് എല്ലാം എല്ലിൻ്റെ ഈഗൻ വെക്ടേഴ്സ് ആയിരിക്കും, കറസ്പോണ്ടിങ് ടു ദ ഈഗൻ വാല്യൂ എഫ് ഓഫ് വി നോട്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കോൺവേഴ്സ് ആണ്. ലെമ്മയുടെ കോൺവേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതായത് കോൺവേഴ്സ് ഓഫ് പ്രീവിയസ് ലെമ്മ എന്ന് പറയാം. കഴിഞ്ഞ ലെമ്മയുടെ ഒരു കോൺവേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി പോയിന്റ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി അറ്റ് വി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഏത് ഇനി ആൽഫ ഫ്രം ഐ ടു എസ് വി ഹാവ് എഫ് കോമ്പോസിഷൻ ആൽഫ ഡെറിവേറ്റീവ് ഓഫ് ദിസ് അറ്റ് ടി നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. വേറെ ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് വി നോട്ട് ആയിരിക്കും. ഓക്കെ, ഇവിടെ ആൽഫ ഡോട്ട് വി നോട്ട് അല്ലെങ്കിൽ ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വി നോട്ട് ആയിരിക്കും. ആൽഫ ഡോട്ട് അല്ല, ആൽഫ ഓഫ് ടി നോട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഫോർ എനി ആൽഫ ബിലോങ്സ് ടു ദിസ്. അപ്പോൾ കഴിഞ്ഞ ലെമ്മയിൽ ഇതായിരുന്നു നമ്മുടെ അസംഷൻ, സ്റ്റേഷനറി അറ്റ് വി നോട്ട് എന്ന് പറയുന്ന അസംഷൻ. ഇവിടെ നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ടു പ്രൂവ് ദിസ് റിസൾട്ട് we assume that v naught is an eigenvector of L. Okay, that means L of v naught എന്ന് പറയുന്നത് some lambda times v naught ആണ് എന്ന് assume ചെയ്തു കഴിഞ്ഞാൽ we need to prove that for any parameterized curve alpha from I to S. Okay, S എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇവിടെ എഴുതാം. S എന്ന് പറയുന്ന set of all v belongs to the vector space V such that v dot v is equal to 1. ഇതായിരുന്നു നമ്മുടെ S എന്ന് പറയുന്നത്. So any parameterized curve alpha from I to S we have we need to prove that f composition alpha derivative at t naught will be 0. Okay, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. So we start with such curve alpha. Okay, ഈ ആൽഫ ഐ ടു എസ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. കാരണം ആൽഫ ഓഫ് ടി എസിലെ മെമ്പർ ആണെങ്കിൽ for any t we have alpha of t dot alpha of t is equal to 1. So what is the consequence of this? By taking derivative on both sides you can say that alpha of t times derivative of alpha of t times d by dt of alpha of t, and again alpha of t times d by dt of അല്ലെങ്കിൽ d by dt of alpha of t times alpha of t. So that is 2 times this. Okay, equal to the derivative of 1, that will be 0. That means alpha of t times derivative of alpha of t will be 0 എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസിക്വൻസ്. ഇത്തരത്തിലുള്ള ആൽഫ ഓഫ് ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് കോമ്പോസിഷൻ ആൽഫയുടെ ഡെറിവേറ്റീവ് ആയിട്ട് ടി നോട്ട് 0 എന്ന് പ്രൂവ് ചെയ്യണം. സോ വി സ്റ്റാർട്ട് വിത്ത് LHS. ഓക്കെ, സോ വാട്ട് ഈസ് എഫ് കോമ്പോസിഷൻ ആൽഫ? ഡെറിവേറ്റീവ് ഓഫ് എഫ് കോമ്പോസിഷൻ ആൽഫ അറ്റ് ടി നോട്ട് വെച്ചാൽ d by dt of എഫ് കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി അറ്റ് ടി is equal to ടി നോട്ട് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? അത് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് കോൺവേഴ്സിൽ പ്രൂവ് ചെയ്യാനുള്ളത്. സോ എന്താണ് നമുക്ക് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്? അതായത് എഫ് ഓഫ് വി എന്ന് പറയുന്നത് എൽ ഓഫ് വി ഡോട്ട് വി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് ആൽഫ ഓഫ് ടി എന്താണ്? വി നീഡ് ടു റൈറ്റ് d by dt at t is equal to t naught of the function f of alpha of t. What is f of alpha of t? That is L of alpha of t dot alpha of t. f of v ഇങ്ങനെ ഡിഫൈൻ ചെയ്തു, വിക്ക് വരെ ആൽഫ ഓഫ് ടി കൊടുക്കുക ആൻഡ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഇത് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ആൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ റൈറ്റ് d by dt ഓഫ് ദിസ് L ഓഫ് ആൽഫ ഓഫ് ടി times alpha of t plus L of alpha of t times
d by dt of alpha of t. We need to evaluate, actually this is the derivative, we need to evaluate this at t equal to t naught. We need to evaluate this at t is equal to t naught. അപ്പോൾ ഈ ടി കാണുന്നിടത്തല്ല നമുക്ക് ടി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ഡി ബൈ ഡി ടി ഓഫ് എൽ ഓഫ് ആൽഫ ഓഫ് ടി നമുക്ക് എൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി എന്ന് എഴുതാം. കാരണം ഡി ബൈ ഡി ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ആൽഫ എന്ന് പറയുന്നതിന് നമുക്ക് d by dt of L of alpha എന്ന് നമുക്ക് എന്ത് ചെയ്യാം, L of d by dt of alpha എന്ന് എഴുതാൻ പറ്റും. So we write this is equal to L of d by dt of alpha of t naught എന്ന് വിളിക്കാം times alpha of t naught plus L of alpha of t naught times d by dt of alpha of t naught. ഇതാണ് ഡെറിവേറ്റീവ് വരിക. ഇവിടെ ഇത് ലീനിയാരിറ്റി ഉപയോഗിച്ചാണ്, ഡി ബൈ ഡി ടിയുടെ ലീനിയാരിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിന് ഡി ബൈ ഡി ടിയും ലീനിയർ ആണ്, എല്ലും ലീനിയർ ആണ്. അപ്പോൾ ക്യാൻ ഇന്റർചേഞ്ച് those things. Now we apply the self adjoint. Okay, L is self adjoint operator. കാരണം നമ്മൾ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ദിസ് എന്ന് പറയുന്നതും ഈ പറയുന്ന സെൽഫ് അഡ്ജോയിൻസിയുടെ ഡെഫിനിഷൻ എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു എന്ന് പറയുന്നത് വി ഡോട്ട് എൽ ഡബ്ല്യു ആണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിൻസ് ദിസ് ഇസ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ we can say that this dot product is exactly same as this one. കാരണം എല്ലിനെ നമുക്ക് ഇപ്പുറത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും സെയിം ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് 2 times this, 2 times L of alpha of t naught dot d by dt of alpha of t naught എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ അസംഷൻ അനുസരിച്ച് L of alpha of t naught നമ്മൾ വി നോട്ട് എന്ന് പറയുന്നത് നമ്മൾ eigen vector ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അസംഷൻ ആണ് വി നോട്ട് ഇസ് എൻ eigen vector. ചില ആൽഫ ഓഫ് ടി നോട്ട് ഇസ് എൻ eigen vector. ഓക്കെ, v naught eigenvector and alpha of t naught is an eigenvector. So L of alpha of t naught will be lambda times from this. This is equivalent to saying L of alpha of t naught equal to lambda times alpha of t naught. With apply the angle, this will be 2 times lambda of alpha of t naught times d by dt of alpha of t naught. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അതായത് ആൽഫ ഓഫ് ടി നോട്ട് ഡോട്ട് ആൽഫ ഓഫ് ടി നോട്ട് 1 ആയതുകൊണ്ട് we know that 2 times this alpha of t d by dt of alpha of t എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആണ്. So we can write this is equal to 0. So now we can conclude that derivative of this f composition alpha at t equal to t naught will be 0. Which shows that this f composition alpha, derivative of f composition alpha at t naught will be 0. എന്ന് വെച്ചാൽ f is stationary at alpha of t naught എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺവേഴ്സ് ഓഫ് പ്രീവിയസ് ലാമിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് തിയറം 2 ആണ്. തിയറം 2 എന്ന് പറയുന്നത് അനാലിസിസ് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തിയറമാണ്. ഇത് തിയറം നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിത്ത് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ലെറ്റ് എൽ ഫ്രം വി ടു വി ബി എ സെൽഫ് അഡ്ജോയിന്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓൺ വി. Then there exists an orthonormal basis for V consists of eigenvectors. ഇതൊരു ഫേമസ് തിയറമാണ്, അല്ലെങ്കിൽ വളരെ എല്ലാവർക്കും പരിചയമുള്ള തിയറമാണ്. അനാലിസിസ് പഠിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് എസ് പി ആണ്. വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എസ് പി ആണ് കൺസിഡർ ചെയ്യുക. എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എൽ പി ആണ്. എന്ന് വെച്ചാൽ വെയിൻഗാർട്ടൻ മാപ്പാണ്. വെയിൻഗാർട്ടൻ മാപ്പ് ഇത് ടാൻജൻറ്റ് സ്പേസ് ആണ്. ടാൻജൻറ്റ് സ്പേസ്, വെയിൻഗാർട്ടൻ മാപ്പ്, പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മൾ എഫ് ഓഫ് വി അല്ലെങ്കിൽ നമ്മുടെ സ്കെയിലർ ഫംഗ്ഷൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ലെമ്മയിൽ ഡിസ്കസ് ചെയ്ത എഫിന് പറയാനായിട്ട് നമ്മൾ പറയുന്നത് കെ ആണ്. നോർമൽ കർവേച്ചർ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഈ തൽക്കാലത്ത് ഈ തിയറത്തിൽ നമുക്ക് ഈ പറയുന്ന എഫ് കൺസിഡർ ചെയ്യുന്നില്ല. ഈ വിയും എല്ലും, അതായത് ലീനിയർ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക എങ്കിൽ അതിന് ഒരു ഓർത്തോനോർമൽ ബേസിസ്, ഏത് സെൽഫ് അഡ്ജോയിന്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതിൻ്റെ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വിൽ ഫോം എ ബേസിസ് ഫോർ ഓർത്തോനോർമൽ ബേസിസ് ഫോർ വി. ഇത് നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ലീനിയർ ഓൾജിബ്രയിൽ ഈ തിയറത്തിന് അനലോഗ്സ് ആയിട്ടുള്ള തിയറം എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഓക്കെ, ദർ എക്സിസ്റ്റ് ബേസിസ് കൺസിസ്റ്റൻ ഓഫ് ഈഗൻ വെക്ടേഴ്സ് ആണ്. അപ്പോൾ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് എല്ലാം
ഒരു ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണ് എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇതിനൊരു എല്ലിന് കറസ്പോണ്ടിങ് എല്ലിൻ്റെ ഐഗൻ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ബേസിസ് ഓഫ് വി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അത് ഓർത്തോനോർമൽ ബേസിസും കൂടി ആയിരിക്കും, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. വെറും ബേസ് അല്ല, ഡോട്ട് പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ തിയറം പറഞ്ഞത്. ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ്. അതായത് ഡയമെൻഷൻ ഓഫ് വിയിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എന്നാണെങ്കിൽ n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അത് ട്രിവിയൽ കേസാണ്. ഡയമെൻഷൻ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഓർത്തോനോർമൽ ബേസ് എടുക്കാം. കാരണം 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ വേറെ വെക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒരു എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നമുക്കതൊരു ഈ പറയുന്ന ബേസിസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് n = kക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിൽ ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ n = 1 നമ്മൾ ആദ്യം ഇത് ഒബ്സർവ് ചെയ്യുന്നത്. n = 1 പ്രത്യേകത ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് 1 ആണ്. അത് എഫിനോട്, അല്ലെങ്കിൽ വി ഈസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ എന്നാണ്, അല്ലെങ്കിൽ ഓവർ എഫ് എന്നാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എഫ് തന്നെയായിരിക്കും വി എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റ് വിയിൽ നമ്മൾ ചൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന എൽ ഓഫ് 1 എന്ന് പറയുന്നത് സം വാല്യൂ അല്ലെങ്കിൽ സം സ്കേലർ ആയിരിക്കും. ആ സ്കേലറിനെ സി എന്ന് വിളിച്ചാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സം സി ഇൻറ്റു 1 എന്ന് തന്നെ പറയാം. അപ്പോൾ 1 is an eigen vector എന്ന് പറയാൻ പറ്റും. eigen vector ഓഫ് ദിസ് എൽ എന്ന് പറയാം. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് 1 എന്ന് പറയുന്നത് ഓർത്തോനോർമലാണ്. അപ്പോൾ ഓർത്തോനോർമൽ ബേസിസ് ആർക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും, വിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് n = 1 കേസ്. അപ്പോൾ n = 1 കേസ് വളരെ ട്രിവിയലാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n = kക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ if dimension of v is equal to k, then there exists അല്ലെങ്കിൽ ഏതെങ്കിലും k ഡയമെൻഷണൽ വെക്ടർ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ there exists a ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയാൻ പറ്റും. ഓർത്തോനോർമൽ ബേസിസ് with അല്ലെങ്കിൽ consists of eigenvectors of the linear operator. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ eigen വാല്യൂസ് വരുന്നതിൽ നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി റിസൾട്ട് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന റിസൾട്ട് ഇതാണ്. അപ്പോൾ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ k+1. തൊട്ട് മുന്നത്തെ തിയറത്തിൽ നമ്മൾ ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് ഇത്തരത്തിലൊരു വെക്ടർ സ്പേസ് നമുക്ക്, അല്ലെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് നമുക്കുണ്ടെങ്കിൽ പ്രീവിയസ് ലെമ്മ ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും there exists a യൂണിറ്റ് വെക്ടർ v1, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത എസ് കൺസ്ട്രക്ട് ചെയ്യും. അവിടെ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് വി അല്ലെങ്കിൽ എൽ ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു eigen വെക്ടർ കണ്ടെത്താൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കഴിഞ്ഞ ലെമ്മയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ലെമ്മ ഉപയോഗിച്ചാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സ്ഥലം ഇവിടെയാണ്. there exists v1 in v such that, അല്ലെങ്കിൽ that is a which is a eigen vector. Okay, eigen vector of L. Okay, അപ്പോൾ eigen vector എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഫ് ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ കോമ്പാക്ട് സെറ്റ് ആണ്. അപ്പോൾ അതിന് മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യും. അങ്ങനെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എഫ് മാക്സിമം അറ്റൈൻ ചെയ്യുന്ന ഒരാളാണ് v1 എങ്കിൽ ആ v1 എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എൽ ഓഫ് വി ഡോട്ട് വി, ഏത് വി എടുത്താലും ഇതായിരിക്കും ഏറ്റവും വലിയ വാല്യൂ. അങ്ങനെയുള്ള മാക്സിമം അറ്റൈൻ ചെയ്യുന്ന ആളായിരിക്കും eigen വെക്ടർ. അത് നമ്മൾ കഴിഞ്ഞ ലെമ്മയിൽ പ്രൂവ് ചെയ്തു. അങ്ങനെയുള്ള v1 നമ്മൾ ചൂസ് ചെയ്താൽ മതി. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണിറ്റ് വെക്ടർ v1 in v നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ v1 എന്ന് പറയുന്നത് ഒരു eigen വെക്ടർ ഫോർ ദിസ് എൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ എൽ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു w ഡിഫൈൻ ചെയ്യും. w എന്ന് പറയുന്നത് v1 perp ആണ്. എന്ന് വെച്ചാൽ ഈ v1 perp എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ w belongs to v such that v dot w equal to 0 ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നമ്മുടെ ലീനിയർ ഓപ്പറേറ്റർ എല്ലിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകണം. എല്ലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. എൽ റെസ്ട്രിക്റ്റഡ് ടു ഡബ്ല്യു കൺസിഡർ ചെയ്യുക. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എൽ റെസ്ട്രിക്റ്റഡ് ടു ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഡബ്ല്യു ടു ഡബ്ല്യു എന്ന് ആദ്യമേ പ്രൂവ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ ഡബ്ല്യു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക? ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എൽ ഡബ്ല്യു ഓഫ് എനി വെക്റ്റർ എൽ ഡബ്ല്യു ഓഫ് എനി വെക്റ്റർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൽ ഓഫ് ഡബ്ല്യു ആണ്. അല്ലെങ്കിൽ ഡബ്ല്യു ഉള്ള ഏത് വെക്റ്റർ എടുത്താലും അതിൻ്റെ ഇമേജ് എൽ ഓഫ് ഡബ്ല്യു തന്നെ ഡിഫൈൻ ചെയ്യുക. അതാണ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൽ റെസ്ട്രിക്റ്റഡ് ടു ഡബ്ല്യു ഓഫ് എനി വെക്റ്റർ ഡബ്ല്യു. ഓക്കെ, എന്ന് പറയുന്നത് എവിടുത്തെ മെമ്പർ തന്നെയാണെന്ന് കാണിക്കണം. ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് തന്നെ പ്രൂവ് ചെയ്യണം. ഇത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇതിനെ ഒരു ഓപ്പറേറ്റർ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യും വാട്ട് ഈസ് എൽ റെസ്ട്രിക്റ്റഡ് ടു ഡബ്ല്യു ഓഫ് എനി വെക്റ്റർ ഡബ്ല്യു. ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് എൽ ഓഫ് ഡബ്ല്യു ആണ്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ എൽ ഓഫ് ഡബ്ല്യു എവിടെയുണ്ടെന്ന് പ്രൂവ് ചെയ്യണം? ഡബ്ല്യുയിലെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഡബ്ല്യുയിലെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് V1 ആണ്, V1 ഡോട്ട് ഡബ്ല്യു ആണ്. ഡബ്ല്യുയിലെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എൽ ഡബ്ല്യു V1 കൂടിയുള്ള ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ഡബ്ല്യു ഡോട്ട് V1 ഇവാലുവേറ്റ് ചെയ്യും. ഈ എൽ സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ ഡബ്ല്യു ഡോട്ട് എൽ ഓഫ് V1 എന്ന് വിളിക്കാം. പക്ഷേ ഈ V1 നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? V1 ഇസ് ദ ഏഗൻ വെക്റ്റർ ഓഫ് എൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഡബ്ല്യു ഡോട്ട് എൽ ഓഫ് V1 ക്യാൻ ബി റിട്ടൺ ആസ് സം ലാംഡ 1 ഡോട്ട് V1 എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ദിസ് ഇസ് ലാംഡ 1 ടൈംസ് ഡബ്ല്യു ഡോട്ട് V1 ആണ്. ഡബ്ല്യു ഡോട്ട് V1 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൽ ഡബ്ല്യു ഇസ് ഓർത്തോഗണൽ ടു V1 ആണ്. അപ്പോൾ V1 പെർപ്പലെ മെമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൽ വി ഈ പറയുന്ന ക്വാണ്ടിറ്റി എവിടുത്തെ മെമ്പറാണെന്ന് പറയാൻ പറ്റും? ഡബ്ല്യുയിലെ മെമ്പറാണെന്ന് പറയാൻ പറ്റും. സോ നൗ യു ക്യാൻ കൺസിഡർ ദിസ് എൽ ഡബ്ല്യു ഇസ് എ റെസ്ട്രിക്ഷൻ ഓഫ് ദിസ് എൽ ഇസ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ലീനിയർ ഓപ്പറേറ്റർ ഫ്രം ഡബ്ല്യു ടു ഡബ്ല്യു എന്ന് പറയാം. എൽ സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എൽ ഡബ്ല്യു ഇസ് ഓൾസോ എ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. കാരണം ഇമേജസ് എല്ലാം സെയിം ആണ്. ഓക്കെ, വിച്ച് ഇസ് സെൽഫ് അഡ്ജോയിൻ്റ്. അപ്പോൾ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ഓൺ എ ഡബ്ല്യു ടി. പക്ഷേ ഈ ഡബ്ല്യുവിൻ്റെ പ്രത്യേകത എന്താ? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വിൽ ബി വൺ ലെസ് ദാൻ. കാരണം V1 പെർപ്പ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ആളുടെ എന്താ പറയുക പെർപെൻഡിക്കുലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഡയമെൻഷൻ ഒന്ന് കുറവായിരിക്കും. സോ ഡയമെൻഷൻ W വിൽ ബി k+1 -1 ആയിരിക്കും. ദാറ്റ് ഇസ് k. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് കിട്ടി. അതിൻ്റെ ഡയമെൻഷൻ k ആണ്. പിന്നെ അവിടെയുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ LW ആണ്. അതുകൊണ്ട് സെൽഫ് അഡ്ജോയിൻ്റ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് വെച്ച് പറയാൻ പറ്റും there exists a set of അല്ലെങ്കിൽ ഓർത്തോനോർമൽ ബേസിസ് സേ V2, V3 etc. Vk+1 എന്നുവെച്ചാൽ there are k number of vectors. Okay, there exists this is an orthonormal basis for W. V അല്ല, W ആണ് ഡയമെൻഷൻ k. അപ്പോൾ ഡബ്ല്യുവിൽ ഒരു ഓർത്തോനോർമൽ ബേസിസ് കിട്ടും വിച്ച് ആർ അല്ലെങ്കിൽ where this Vi are eigenvectors of LW, L restricted W. L restricted W എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് തന്നെ eigenvectors of L എല്ലാം eigenvectors of LW ആയിരിക്കും. eigenvectors of LW എല്ലാം eigenvectors of L ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും ദാറ്റ് ഈസ് സെറ്റ് V2 അല്ലെങ്കിൽ the vectors V2, V3 etc. Vk+1 are orthonormal and eigenvectors of L എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് V1 ഒരു ഓർത്തോനോർമൽ ബേസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു സബ്സ്പേസിൻ്റെ ഓർത്തോനോർമൽ ബേസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെറ്റ് then we construct the set V1, V2 etc. Vk+1. This form this is an orthonormal basis for
basis for V. കാരണം എന്താണ്, ഡബ്ല്യുവും പിന്നെ V1 കൂടെ സ്പാൻ ചെയ്യുന്നത് നമ്മുടെ ഹോൾ V ആണ്. അതുകൊണ്ട് ഡബ്ല്യുവിൻ്റെ ബേസിസും V1 കൂടെ കൂടിച്ചേർത്താൽ ദാറ്റ് വിൽ ബി എ ബേസിസ് ഫോർ V. ഓക്കെ, പക്ഷേ ഈ V1, V2, V3, Vkn +1 എല്ലാം ആരുടെ eigen vectors ആണ്? Lൻ്റെ eigen vectors ആണ്. ഓക്കെ, it's an orthogonal basis for V and Vi's are eigen vectors of L. So this proves theorem 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിമാർക്കായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? നേരത്തെ തിയറത്തിൽ എല്ലിന് പകരം നമ്മൾ എൽ പി കൺസിഡർ ചെയ്യുക. എൽ പി ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എസ് പി ടു എസ് പി. ഓക്കെ, വി എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി കെ ഓഫ് വി എന്ന് പറയുന്നത് നമ്മൾ എൽ പി വി ഡോട്ട് വി ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്കെയിലാർ ഫംഗ്ഷനാണ്. ഈ സ്കെയിലാർ ഫംഗ്ഷൻ എന്താ പറയുക, എൽ പി ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്കെയിലാർ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് വെക്ടർ സ്പേസിൽ ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എൽ പി എന്ന് പറയുന്നത് ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് സെൽഫ് അഡ്ജോയിൻ്റ് നമ്മൾ കഴിഞ്ഞ നയൻത്ത് ചാപ്റ്ററിൽ പ്രൂവ് ചെയ്താണ് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ട് മുന്നത്തെ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന എസ് പി എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ, ഓക്കെ, എസ് പി ഹാസ് ആൻ ഓർത്തോനോർമൽ ബേസിസ്. Okay, orthonormal basis consists of eigen vectors of LP. Okay, അപ്പോൾ eigen vectors of LP ആയിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? V1 കണ്ടെത്താൻ പറ്റും, V2 കണ്ടെത്താൻ പറ്റും, എക്സെട്ര Vn+1 കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഈ V1, V2, Vn എല്ലാം ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen vectors ആയിരിക്കും? K of V1, K of V2, etc. K of Vn+1. ഇത്രയും ആൾക്കാർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോർമൽ കർവേച്ചർ എന്ന് പറയുന്ന ആൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen vectors ആയിരിക്കും ഈ പറയുന്ന ആൾക്കാരെല്ലാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ n+1 eigen vectors കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഈ n+1 eigen vectors കറസ്പോണ്ടിങ് ടു എൽ പി, ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആണ്. ഇതെല്ലാം കർവേച്ചറാണ്, നോർമൽ കർവേച്ചറാണ് അല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസിസ് ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ V1, V2 എക്സെട്ര Vn+1 ഫോർ വിച്ച് ദിസ് K of V1, K of V2 അതെല്ലാം നോർമൽ കർവേച്ചറാണ്. ഇതൊരു ബേസിസ്, ഓർത്തോനോമൽ ബേസിസ് ഫോം ചെയ്യുമെങ്കിൽ ഇത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ തിയറത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു സർഫസ് എടുത്തു. എസ് എന്ന് പറയുന്ന ഒരു ഓറിയൻറ്റഡ് എൻഡ് സർഫസ് ആണ്. എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് സി ആൻഡ് ദിസ് ഇസ് ഓറിയൻറ്റഡ് എൻഡ് സർഫസ്. Then this P belongs to any P belongs to S. There exist eigen values K1 of P, K2 of P, K3 of P, etc. ഇപ്പോൾ ഈ V1, V2, V3 എന്നൊക്കെ പറയുന്നത് ഒരു P എന്ന് പറയുന്ന പർട്ടിക്കുലർ P ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന നോർമൽ എന്താ പറയുക ഓർത്തോനോമൽ ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കർവേച്ചേഴ്സിന് അല്ലെങ്കിൽ eigen വാല്യൂസ് നമുക്ക് ഈ പറഞ്ഞ K of V1, K of V2, K of Vn എന്നത് ഇതിങ്ങനെ പലതരത്തിലുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. എങ്ങനെ ഓർഡർ ചെയ്യുന്നത്? ഏറ്റവും ചെറിയ eigen വാല്യൂ ആദ്യം വരും. ഓക്കെ, സോ ദിസ് K1 among this K of V1, K of V2, etc. K of Vn എന്ന് പറഞ്ഞാൽ if you consider the smallest eigen value, that is denoted as K1 of P and then K2 of P, then you can arrange or enumerate like this. ഏറ്റവും ചെറുത് ആദ്യം, പിന്നെ ഏറ്റവും വലുത് അവസാനം. ഇത്തരത്തിലുള്ള കർവേച്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ വെയിൻ ഗാർട്ടൻ മാപ്പിൻ്റെ ഇത്തരത്തിലുള്ള കർവേച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ്. അപ്പോൾ നിങ്ങളത് കഴിഞ്ഞ് ഈ തിയറം പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ രണ്ട് പാരഗ്രാഫ് വായിക്കണം. അതിനകത്ത് എന്താണ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടാവും പറഞ്ഞു. പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോർമൽ ബേസ് ഉണ്ടാവും. ഇതിനെ വിളിക്കുന്നവർ പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ K1 of P less than or equal to K2 of P less than or equal to etc. Kn of Kn this is n dimensional, so we can write this is n dimensional. നമ്മൾ ടാൻജൻറ്റ് സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇതെല്ലാം n ഡയമെൻഷനിൽ ആയിരിക്കും. അപ്പോൾ n eigen values ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് n എന്ന് വിളിക്കാം. സോ വി ഹാവ് n പ്രിൻസിപ്പൽ ഡയറക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ടാൻജൻറ്റ് സ്പേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് n ഡയമെൻഷണൽ.
ഓക്കെ, ഇതെല്ലാം വി എൻ വരെ ഉണ്ടാവും, ഇത് വി എൻ വരെ ഉണ്ടാവും. ഇത്തരം ആൾക്കാരെ വിളിക്കുന്ന പേര്, ഈ പറയുന്ന വി നോട്ട്, വി വൺ, വി ടു എക്സെട്ര വി എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻസ് ആണ്. ഓക്കെ, ഉണ്ടാവും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ വി ക്യാൻ സേ വി വൺ, വി ടു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് വരെ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻസ്. ഈ രണ്ട് ഡെഫിനിഷനാണ് ഇത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻ കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയറം 3 ഡിസ്കസ് ചെയ്യും.